ഹലോ നമസ്കാരം. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. അലീനയെ കാണാനുള്ള ആ നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു ഇൻട്രൊഡക്ഷൻ സോങ്ങോട് കൂടി കേട്ടോ ഈ സീൻ തുടങ്ങുന്നത് തന്നെ. ആ സമയത്ത് സ്റ്റാലിനെയും കാണിക്കുന്നുണ്ട്, അലീനയും കാണിക്കുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ വീട്ടുമുറ്റത്ത് നിൽപ്പുണ്ട് കേട്ടോ. അലീനയാണെങ്കിൽ സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, അടുക്കളയിൽ ഓരോ ജോലി ചെയ്യുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ ആ വീട്ടുമുറ്റത്ത് നിന്ന് ആ വീടൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നടന്ന് കോളിംബെൽ അടിക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു പോവുക കേട്ടോ. അങ്ങനെ കോളിംബെൽ അടിക്കുന്നുണ്ട്. ആ സമയത്ത് അലീനയാട്ടോ നടന്നു വരുമ്പോൾ തന്നെ ബാലചന്ദ്രനും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ആ അച്ഛൻ ഇറങ്ങി വന്നോ ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ എൻ്റെ ക്ലയൻറ്റാണ് വന്നിട്ടുള്ളത്, നീ പോയി ചായ എടുത്തിട്ട് വാ, ഞാൻ ഡോറ് തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അലീനയെ അടുക്കളയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ തന്നെ സ്റ്റാലിനായിട്ടോ കാണുന്നത്. സ്റ്റാലിൻ അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഹലോ മിസ്റ്റർ ബാലചന്ദ്രൻ, ഗുഡ് മോർണിംഗ് എന്ന് പറയാണ്. ബാലചന്ദ്രനും തിരിച്ചു പറയാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അകത്തേക്ക് വാന്ന്. ആ സമയത്ത് തന്നെ സ്റ്റാലിൻ്റെ മുഖത്ത് എന്തോ ഒരു പോലെ തോന്നി കേട്ടോ. അകത്തേക്ക് വൈജയന്തിയുടെ വീട് അകത്തേക്ക് എങ്ങനെ കയറി വരും എന്നുള്ളൊരു ഡൗട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ബാലചന്ദ്രൻ കയറി പോകുന്നുണ്ട്. പിറകെ സ്റ്റാലിനും വീട്ടിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇരുന്നാലും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും സോഫയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്, അലീനക്ക് താങ്കളെ അറിയില്ല, എൻ്റെ ഒരു ക്ലയൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറയാണ്. ഇതുവരെ താങ്കളെപ്പറ്റി അവളോട് പറഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, പറയാമായിരുന്നു. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പറയാൻ പറ്റില്ലായിരുന്നു, ഞാൻ അവളെ പരിചയപ്പെടുത്തിയതിന് ശേഷം, അതായത് അവളെ അച്ഛനാണെന്ന് താങ്കളെ ഇന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം താങ്കൾക്ക് അവളെ വേണ്ടാന്ന് റിജക്റ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾക്കൊരു വിഷമമായിട്ട് തോന്നില്ലായിരിക്കും, നിങ്ങളൊരു പട്ടാളക്കാരനല്ലേ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, പട്ടാളക്കാരൻ മനുഷ്യൻ തന്നെയാണ്, തൊലിയും കുറച്ച് അസ്ഥികളുള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് രസസ്വഭാവമുള്ള ഒരു കൂടിക്കാഴ്ചയാണ്, നിങ്ങൾക്ക് അവളെ കാണാം, 2-4 വാക്ക് ക്യാഷ്വലായിട്ട് സംസാരിക്കാം, എൻ്റെ മോളാണെന്ന് ഞാൻ പരിചയപ്പെടുത്തും, ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ആ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവളെ കാണുമ്പോൾ ഓവർ റിയാക്ഷൻ വേണ്ട, സെൻറ്റിമെൻറ്റ്സ് ഒന്നും വേണ്ട, പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവും എന്ന് പറയാണ്. ബുദ്ധിയുള്ള കുട്ടിയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ട് ഇരുന്നാൽ മതി, 23 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് തൻ്റെ മകളെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ടെൻഷനും വേണ്ട എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, താങ്കൾ അധികം പറഞ്ഞ് എന്നെ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കല്ലേ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അവളെ വിളിക്കാം, ചായയും കൊണ്ട് വരാൻ പറയാം എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മിസ്റ്റർ ബാലേന്ദ്രൻ, ഞാൻ ചായ കുടിക്കാറില്ല, എനിക്ക് കോഫി മതി എന്ന് പറയാം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ വിളിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാം കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട് കേട്ടോ, അലീന, മോളെ അലീന, എൻ്റെ ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, അവർക്ക് ചായ കൊടുക്കണം എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ചായ മാത്രം മതിയോ, എന്തെങ്കിലും സ്നാക്സ് എടുക്കണമെന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, ഉച്ചയാവാറായില്ലേ, ചായ മാത്രം മതി എന്ന് പറയാണ്. അലീന എന്നിട്ട് ചായ എടുക്കാൻ പോകുന്ന സമയത്ത് തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ചായയല്ല മോളെ, കോഫിയാണ് അയാൾക്ക് വേണ്ടതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ചായ കുടിച്ചാൽ എന്താ എന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓരോരാൾക്ക് ഓരോരോ ശീലങ്ങളല്ലേ മോളെ എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന അടുക്കളയിലേക്ക് കോഫി എടുക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് കോഫി കൊണ്ട് അത്ര താല്പര്യമില്ല, ചായ ആണെങ്കിൽ അവൾ പെർഫെക്റ്റാണ്, നന്നായിട്ട് ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, മെല്ലെ മതി എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. കുളത്തുപുഴ റബ്ബറാണോ, റബ്ബറിന് നല്ല ലാഭമല്ലേ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചായയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ സ്റ്റാലിൻ കണ്ടു കേട്ടോ അലീനയെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ നോക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്. ആ സമയത്ത് അലീന ചായ എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അലീന സ്റ്റാലിൻ്റെ അടുത്ത് വന്നിട്ടും സ്റ്റാലിൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചെറുതായിട്ടൊന്ന് ചുമക്കുന്നുണ്ട്. ചുമച്ചിട്ടാകുമ്പോൾ സ്റ്റാലിന് മനസ്സിലായി ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് സ്റ്റാലിൻ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, മുൻപരിചയം മറ്റോ ഉണ്ടോ അലീനയെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ആ എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നുന്നുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോളാ അലീന എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ഓ അതെയോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, മോളെ ചായ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അലീന ചായ കൊടുക്കുക കേട്ടോ. അങ്ങനെ ചായ
കഴിഞ്ഞപ്പോൾ പറഞ്ഞു താങ്ക് യു പറഞ്ഞു. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം പറഞ്ഞു ചായ നന്നായിട്ടുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് മോള് എന്ത് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാണ്. അതിനു മുന്നേ ആയിട്ട് ബാലചന്ദ്രൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതാണ് ലാലിച്ചൻ പ്ലാൻഡ്ര എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ മോളെ കൃഷ്ണ മോളെ എപ്പോൾ വരും, രോഹിത് എപ്പോൾ വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന പറയുന്നുണ്ട് കൃഷ്ണമോള് ഉച്ചക്ക് വരും, രോഹിത് വൈകുന്നേരം വരും എന്ന് പറയാം കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് അച്ഛന് ചായ വേണം, ഞാൻ കോഫി എടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ കോഫി കുടിക്കാറില്ലല്ലോ. അന്നേരം അലീന പറയാണ് എന്നാൽ ഞാൻ അകത്ത് കൊണ്ടുവെക്കാമെന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കൊണ്ടുവെക്കണ്ട, ഇവിടെ തന്നെ വെച്ചോളൂ എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുകയാണ് അച്ഛന് വേണമായിരുന്നു എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കല്ല, ഇദ്ദേഹത്തിന് ഇനിയും വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ അലീന അവിടെ ടേബിളിൽ കോഫി വെക്കുക കേട്ടോ. അങ്ങനെ അലീന അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ. എന്നിട്ട് പറയാണ് ഞാനിപ്പോൾ പോകുന്നത്, ഞാൻ വിവരം പറയാമെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഒന്നും പറയാനില്ലേ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് ടെൻഷനിലാണ്, ഇത് എൻ്റെ അമ്മച്ചിയുടെ അതേ ഫേസാണ്, 23 വർഷം മുമ്പ് എൻ്റെ അമ്മച്ചി മരിച്ചു, അതേ രൂപം അതേ ഫേസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സ്റ്റാലിൻ ജോസഫിൻ്റെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട് ഞാൻ റൂമിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാം കേട്ടോ. പിറകെ ബാലചന്ദ്രനും പോകുന്നുണ്ട്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഇമോഷണലാണ്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അലീന നിങ്ങളുടെ മകളാണെന്ന് തെളിയിക്കാനെന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നത് വേണ്ട, ഒരു ഡൗട്ടും എനിക്കില്ല എന്ന് പറയാണ്. പക്ഷേ എന്ത് തീരുമാനിക്കണം എന്നുള്ള ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാൻ പാടില്ല എന്ന് പറയാണ്. ഇത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് താല്പര്യം ഇല്ലെങ്കിൽ നോ പറയാനുള്ള ഓപ്ഷൻ നിങ്ങളെ മുന്നിലുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് അത്രയ്ക്ക് എന്നെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും, അവളെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക കേട്ടോ. അങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ തിരിച്ച് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അകത്ത് നിങ്ങൾ അച്ഛനും മകളെയും സ്നേഹം ഞാൻ കണ്ടു, വേറെ ആർക്കും പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു സ്നേഹം നൽകാനും കൊടുക്കാനും, ആർക്കും അച്ഛന്ന് വിളിക്കാനും വിളിപ്പിക്കാനും നിങ്ങൾക്ക് മാത്രമേ പറ്റൂ, ചിലപ്പോൾ എനിക്ക് ആ സ്നേഹം കിട്ടണം എന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് തിരിച്ചു പോവാം കേട്ടോ. പിന്നെ പെട്ടെന്ന് അലീന പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പോയോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്ന് അങ്ങനെ പെട്ടെന്ന് പോയതാണെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് എന്തോ ഒരു പ്രത്യേകത അയാൾക്ക് ഉണ്ടല്ലേ അച്ഛാ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛനായിട്ടുള്ള ഇടപാടൊക്കെ കഴിഞ്ഞോ ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല ഇനിയും കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് പോവാട്ടോ. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് അയാളുടെ റൂമിലെത്തി കേട്ടോ. റൂമിലെത്തിയതിന് ശേഷം ഒരു ഡ്രിങ്ക് കഴിക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തിയതും അലീനയെ കണ്ടതും അലീന ചായയും കൊണ്ട് വന്നതും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് സ്റ്റാലിൻ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഹോട്ടലിലെത്തി എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങോട്ട് തന്നെയല്ലേ പോയത്. സ്റ്റാലിൻ പറയുന്നുണ്ട് എനിക്ക് അലീനയെ ഒന്ന് കാണണം എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ന് പറയണം. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാൻ ശരിക്കും ഒന്നും കണ്ടിട്ടില്ല, എനിക്ക് ഒന്നുകൂടി അലീനയെ കാണണം എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്ത്, അലീനയോ വേണോ എന്നുള്ളത്, എന്നിട്ട് മതി ഇനിയുള്ള കാഴ്ച എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് അതൊന്നും തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് അലീനയെ വേണം എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയുള്ള കൂടിക്കാഴ്ച വീട്ടിൽ നിന്ന് വേണ്ട, പുറത്ത് നിന്നാവാം, ഞാൻ പറയാം ഇനി പുറത്ത് വരുമ്പോൾ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഇന്ന് തന്നെ വേണം, എനിക്ക് പെട്ടെന്ന് കാണണം അവളെ എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യാനാന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് എനിക്ക് അവളെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വേണം എന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ കിട്ടിയിട്ട് എന്തിനാന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് എനിക്ക് അപ്പച്ചനെ കാണിക്കണം എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളെ പേഴ്സണൽ കാര്യം, ഞാൻ നാളെ ടെക്സ്റ്റൈൽസ് വരും, ആ അരമണിക്കൂർ അവിടെ കാണും, നിങ്ങൾക്ക് കാണുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറയാണ്. പക്ഷേങ്കിൽ അലീനയ്ക്ക് ഒരു സംശയം പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് ഇതുവരെയായിട്ടും ഞാൻ ഒരാളോട് പോലും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, ഇത് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം കേട്ടോ.